ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. രമേശ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ധ്രുവ് വിക്രമിനെ വെച്ചിട്ട് കിൽ എന്ന് പറഞ്ഞ റീമേക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെ റീമേക്ക് അല്ല ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്താണെന്നുള്ള കണ്ടന്റ് അറിയേണ്ടി വരും. പിന്നെ ത്രിവിക്രം അടുത്തായിട്ട് വെങ്കടേഷിനെ വെച്ചിട്ട് പടർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നായിക എത്താൻ പോകുന്നത് നിധി അഗർവാൾ എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞ സിക്സ് ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ ഖാലിദ് അമീരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചത്ത പച്ച എന്ന് പറഞ്ഞ ചെറിയൊരു റോള് ക്യാമിയ റോള് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ സാഹസം എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റെക്കൈ മുലയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീസർ ജൂലൈ 14 5 മണിക്ക് എന്ന് വെച്ചാൽ നാളെ 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മയസാബ എന്ന് പറഞ്ഞിട്ടുള്ളത് സോണി രവിയുടെ ഓഗസ്റ്റ് 7 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചിദംബരം ഡയറക്ഷൻ ചെയ്യുന്ന ജിത്തു മാധവൻ കഥ എഴുതിയിട്ടുള്ള പടം കെവിൻ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മികാന്താന്റെ പടത്തിലത്തെ ഉയരെ അല്ലെങ്കിൽ സ്വരവേ നദിയെ നദിവേ നിലവേ ഇങ്ങനെയൊക്കെ പറയാം. ഓരോ ഭാഷയിലും ഓരോ രീതിയിലാണ്. എന്തായാലും ഇതൊരു പാട്ടാണ്. അത് ജൂലൈ 16 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മുന്നൊരു പോസ്റ്റർ വന്നിരുന്നു. ഇതിന്റെ ഫസ്റ്റ് സിംഗിളൊക്കെ ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് എന്തായാലും അതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞതിന്റെ 8 ദിവസത്തെ കളക്ഷൻ 32.01 കോടി എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തി അഭിനയിക്കുന്നോടോ കാർത്തിയുടെ 29ാം അവിടെ തന്നെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ് മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞതിന്റെ ഓഡിയോ ഇന്നലെ പുറത്തിറങ്ങും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൺ ബട്ടർ ജാം എന്ന് പറഞ്ഞതിന്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ മാലിക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 4.02 കോടി നേടിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ജൂലൈ 18 റിലീസ് ആകുമെന്നുള്ള അറിയിച്ചുകൊണ്ട് 2 പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. രണ്ടും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പെഡി എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ശിവരാജ്കുമാറിന്റെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കി. അതേമാതിരി 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും കിള്ളം പോസ്റ്റർ തന്നെയാണ്. അതേമാതിരി വേറെ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട് ഈ പടത്തിന്റെ തന്നെ, അതും കാണിക്കാം. പിന്നെ അവിടെ തന്നെ 45 ഫേസ് ദ ഫിയർ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്തും ബർത്ത്ഡേ വിഷയം പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരാൻ പോകുന്ന പടത്തിന്റെ ഒരു ബർത്ത്ഡേ വിഷയം കൊണ്ടുള്ള പോസ്റ്റർ ഉണ്ട്. ബാലാജി മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ടോവിനോ തോമസിന്റെ തന്തവൈബ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. എന്തായാലും ഈ പടം ബിഗ് ക്യാൻവാസിൽ ഒരുങ്ങാൻ പോണ പടമാണ്. കുറേ ദിവസത്തെ ഷൂട്ടിന്റെ ആവശ്യമുണ്ട് പടത്തിന്. അപ്പോൾ 2026 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2027 ഫസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല വൈകിട്ട് ഈ പടം വരുള്ളൂ എന്നുള്ള അർത്ഥം. പിന്നെ D54 ധനുഷിന്റെ 54ാമത്തെ തരത്തിലും അമിത വൈജി ആയിരിക്കും നായിക എത്തുക രീതിയിൽ കേൾക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള അറിയത്തില്ല, നോക്കി നോക്കാം. അതേമാതിരി ജയറാമും സുരാജും പൃഥ്വിയൊക്കെ ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വേറെ എത്തുന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഇത് നായികയായിട്ട് പൂജാക്കിട്ട് വരും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും ഒന്നും ഉറപ്പായിട്ടില്ല. പിന്നെ പൂജാക്കിട്ട് ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു കൂലി എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് മോനിക്ക എന്നിട്ടുള്ള സെക്കൻഡ് സിംഗിൾ. എന്തായാലും ട്രെൻഡിങ് വണ്ണിലൊക്കെയാണ് പാട്ട്. ഒരു നല്ല രസമുള്ള പാട്ട് തന്നെയാണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞതിന്റെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദിക്കുന്ന തുക എന്ന് പറയുന്നത് 16 കോടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 16 കോടി എന്നുള്ളതല്ല 20 കോടി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഹൈ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചാൽ 11 കോടിയാണ്. എന്തായാലും കണ്ടറിയാൻ എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ ജയസൂര്യ വിനായകൻ പ്രിൻസ് ജോയി ഒന്നിച്ച പടം ആ പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജയസൂര്യ അടുത്തായിട്ട് ഇതാവും റിലീസാവാൻ തോന്നുന്നുണ്ട്. കത്തനാറിന് ഇനിയും കുറെ പണി ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ആട് വരാണ്ട്. ആട് എന്തായാലും ഡിസംബറിൽ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. കത്തനാർക്ക് തോന്നുന്നത് ഈ വർഷം വരാതെ അടുത്ത വർഷത്തേക്കൊക്കെ ആകുമെന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൃതിക് റോഷനും NTR മെയിൻ കഥാപാത്രം എത്തുന്നോടാം. ഈ പടത്തിന്റെ ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും 85 കോടി ഷെയർ എന്നുള്ള ലെവലിലാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം വലിയ തുക തന്നെ കിട്ടണം പടത്തിന് 85 കോടി ഷെയർ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും പടം നന്നാവട്ടെ. പിന്നെ മമ്മൂട്ടിനെ ഇനി വരാൻ പോണ പടമാണ് കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പടത്തിന്റെ ജേണർ എന്ന് പറയുന്നത് ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ജിനിക ജോസ് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി കൂടുതൽ കാര്യങ്ങളൊന്നും ഈ പടത്തിനെ കുറിച്ചിട്ട് പറയാനായിട്ടില്ല ഈ സമയത്ത്. അതേമാതിരി ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജസിലാണ്. ഇനി കുറച്ച് ഫിനിഷിംഗ് പരിപാടികളുണ്ട് ഫൈനൽ സ്റ്റേജിൽ. എന്തായാലും റിലീസ് ഡേറ്റ് അത് കഴിഞ്ഞാലൊക്കെ ഡിസൈഡ് ചെയ്യുള്ളൂ. ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ വിളിക്കാൻ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.